ഡൽഹിയുടെയും നോയിഡയുടെയും തിരക്കുകളിൽ നിന്ന് മാറി ജവാറിലെ വിശാലമായ ഭൂമിയിൽ ഇന്ത്യയുടെ ഭാവി വികസനത്തിന്റെ പുതിയൊരു ചിത്രം തെളിയുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികവും പരിസ്ഥിതി സൗഹൃദവുമായ വിമാനത്താവളങ്ങളിൽ ഒന്നായി മാറുന്ന നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം നിയർ അതിന്റെ 1ാം ഘട്ടം പിന്നിടുമ്പോൾ ഇത് വടക്കേ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റാനൊരുങ്ങുകയാണ്. സ്വിസ് കമ്പനിയായ സൂറിച്ച് എയർപോർട്ട് ഇന്റർനാഷണൽ രൂപകൽപ്പന ചെയ്ത ഈ വിമാനത്താവളം സാങ്കേതികവിദ്യയുടെയും സൗകര്യത്തിന്റെയും ഒരു സമന്വയമാണ്. മറ്റു വിമാനത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ആഭ്യന്തര യാത്രക്കാർക്കും അന്താരാഷ്ട്ര യാത്രക്കാർക്കും ഒരേ ടെർമിനൽ കെട്ടിടമാണ് ഇന്റഗ്രേറ്റഡ് ടെർമിനൽ ഒരുക്കിയിരിക്കുന്നത്. ഇത് യാത്രക്കാരുടെ ആശയക്കുഴപ്പം ഒഴിവാക്കുകയും കണക്ഷൻ വിമാനങ്ങൾ പിടിക്കുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നു. വെറും 10 മിനിറ്റിനുള്ളിൽ ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കാവുന്ന തരത്തിലുള്ള ബയോമെട്രിക് സിസ്റ്റം ഇവിടെ സജ്ജമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കാർബൺ രഹിത നെറ്റ് സീറോ കാർബൺ വിമാനത്താവളം എന്ന ബഹുമതിയുമായാണ് നോയിഡ വിമാനത്താവളം ഉയരുന്നത്. വിമാനത്താവളത്തിനുള്ളിലെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി വിശാലമായ സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ മഴവെള്ള സംഭരണത്തിനും മാലിന്യ സംസ്കരണത്തിനും അത്യാധുനിക സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത്. വായു മലിനീകരണം കുറയ്ക്കുന്നതിനായി വിമാനത്താവളത്തിനുള്ളിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മുൻഗണന നൽകുന്നു. യാത്രക്കാരെ കൊണ്ടുപോകുന്നതിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലെ വ്യാപാര മേഖലയിലും ഈ വിമാനത്താവളം വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. പ്രതിവർഷം 10 ലക്ഷം ടൺ ചരക്കുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു വമ്പൻ കാർഗോ ഹബ് ഇതിന്റെ ഭാഗമാണ്. ഇത് പ്രാദേശിക കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും വേഗത്തിൽ എത്തിക്കാൻ സഹായിക്കും. നോയിഡ വിമാനത്താവളത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒന്നിലധികം വഴികളാണ് സർക്കാർ ഒരുക്കുന്നത്. യമുന എക്സ്പ്രവേ ഈ ഹൈവേ വഴി ഡൽഹിയിൽ നിന്നും ആഗ്രയിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. റാപ്പിഡ് റെയിൽ RRTS ഗാസിയാബാദിൽ നിന്നുള്ള 72 കിലോമീറ്റർ നീളമുള്ള അതിവേഗ റെയിൽപാത പൂർത്തിയാകുന്നതോടെ യാത്രക്കാർക്ക് ട്രാഫിക് ബ്ലോക്കുകളിൽ പെടാതെ വിമാനത്താവളത്തിൽ എത്താം. മെട്രോ സൗകര്യം നോയിഡ മെട്രോയുടെ പുതിയ ലൈനുകൾ വിമാനത്താവളത്തെ ഡൽഹി മെട്രോ ശൃംഖലയുമായി ബന്ധിപ്പിക്കും. ആഗ്രയിലെ താജ്മഹൽ, മധുര, വൃന്ദാവനം തുടങ്ങിയ ലോകപ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഈ വിമാനത്താവളത്തിൽ നിന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്താം. ഇത് ഉത്തർപ്രദേശിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പുരോഗതി നൽകും. നിലവിൽ ഒരു റൺവേയുമായി പ്രവർത്തനം തുടങ്ങുന്ന നിയർ ഭാവിയിൽ 5 റൺവേകളിലേക്ക് വ്യാപിക്കുകയും പ്രതിവർഷം 7 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമയാന ഹബ്ബായി മാറും. ചുരുക്കത്തിൽ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം വെറുമൊരു നിർമ്മാണ പദ്ധതിയല്ല, അത് ഇന്ത്യയുടെ ആധുനികതയിലേക്കുള്ള പറക്കലിന്റെ പുതിയൊരു അടയാളമാണ്.